ഒരു കാലത്തും BJP കേരളത്തിൽ ഗുണം പിടിക്കുന്ന ഒരു അവസ്ഥ കാണുന്നില്ല. കാരണം വീണ്ടും രാജീവ് വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ രാജീവ് വന്നപ്പോഴും പഴയ രീതി തന്നെ പിന്തുടരുകയാണ്. ഇപ്പോൾ ഒരു കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ, നേതൃത്വ യോഗം ചേർന്നപ്പോൾ കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള നേതാക്കളെ ക്ഷണിച്ചിട്ട് പോലുമില്ല എന്നാണ് വരുന്ന വാർത്തകൾ. ആ വാർത്ത ശരിയാണെങ്കിൽ ശ്രീജിത്ത് പറഞ്ഞതുപോലെ അത് BJPക്ക് വലിയ ദോഷം ചെയ്യും ഭാവിയിൽ. അപ്പോൾ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു ചിത്രം കണ്ടു. ശോഭാ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, AN രാധാകൃഷ്ണൻ, PK കൃഷ്ണദാസ് തുടങ്ങിയവർ ഒരുമിച്ചിരുന്ന് സദ്യ വെക്കുന്നു. അത് തൃശ്ശൂരിലെ കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സമിതി യോഗത്തിനിടയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്ന ചിത്രമാണ് അവർ BJPക്കാരോ തന്നെ നേതാക്കൾ, എനിക്ക് തോന്നുന്നു AN രാധാകൃഷ്ണനാണെന്ന് തോന്നുന്നു അത് പങ്കുവച്ചത്. അതിൽ ഈ പറയുന്നത് പോലെ വി മുരളീധര പക്ഷം, കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ കണ്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അതിനകത്ത്, ആ ചിത്രത്തിൽ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ യോഗമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ആദ്യത്തെ യോഗമല്ല. അപ്പോൾ ആ യോഗത്തിലേക്ക് തീർച്ചയായിട്ടും ഇവരെയൊക്കെ ക്ഷണിക്കേണ്ടതാണ്. ഇനി ക്ഷണിച്ചിട്ട് ഇവർ വരാത്തതാണോ, അതോ മനഃപൂർവ്വം ക്ഷണിക്കാത്തതാണോ, എന്തെങ്കിലും കാരണവശാൽ ഇവർക്ക് അസൗകര്യം ഉണ്ടായിട്ട് ഇവർ വരാതിരുന്നതാണോ, ഇതൊക്കെ സംഭവ്യമാണ്. പക്ഷേ BJPക്ക് അകത്ത് ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്, ചെറുതല്ല, ഉണ്ട് എന്ന് വാർത്തകൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുന്നതിൽ ഒരു സമവായത്തിലെത്താൻ നേതാക്കൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ദേശീയ അധ്യക്ഷൻ തന്നെ തീരുമാനിച്ചതിന് ശേഷമേ സംസ്ഥാന ഭാരവാഹി പട്ടിക, സാധാരണ അവിടെ നിന്നാണ്, ഡൽഹിയിൽ നിന്നാണ് അത് പ്രഖ്യാപിക്കുന്നത്, ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ദേശീയ അധ്യക്ഷനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതേക്കുറിച്ച് പാർലമെന്റിൽ ഒരു ചോദ്യം വന്നതാണ് അഖിലേഷ് യാദവ്. അന്ന് അതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത് അമിത്ഷാ അവിടെ നിന്ന് ഇരുത്തിയത് കണ്ടു. നിങ്ങൾക്കൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതി, ഞങ്ങൾക്ക് 13 കോടി പ്രവർത്തകർ, 12നും 13നും കോടി ഇടയ്ക്ക് പ്രവർത്തകരുണ്ട്, അവരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത്, അത് വലിയ ഹ്യൂജ് ടാസ്ക്കാണ് എന്ന് അമിത്ഷാ പറഞ്ഞത് കേട്ടു. എന്തായാലും ഈ ദേശീയ അധ്യക്ഷൻ വന്നതിന് ശേഷം സംസ്ഥാന ഭാരവാഹി പട്ടിക വരുമോ ഇല്ലയോ, അതോ അതിന് മുമ്പ് വരുമോ എന്നൊക്കെയുള്ള. ഇവർ ഇത്രത്തോളം ഗ്രൂപ്പ് കളിക്കുമ്പോഴും തമ്മിലടിക്കുമ്പോഴും പ്രവർത്തകർ വലിയ പ്രതീക്ഷയിലായിരുന്നു രാജീവിന്റെ വരവോടുകൂടി തന്നെ. അതും വെറുതെ ആകുകയാണോ? അല്ല, പ്രവർത്തകർ മാത്രമല്ല, നാട്ടിലൊരു വിഭാഗം ജനങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വേരോട്ടമൊന്നും ഇല്ലാത്ത നിലമ്പൂര് പോലെ ഒരു മണ്ഡലത്തിൽ പോലും അവിടെ നേരത്തെ 12,000 വോട്ട് പിടിച്ചു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ട്രെൻഡ് അതേപടി നിലനിർത്താൻ BJPക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു വിഭാഗം ജനങ്ങളെങ്കിലും BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ എല്ലാ മണ്ഡലത്തിലും BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. വോട്ട് അങ്ങനെ കുറഞ്ഞത് എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് സുരേന്ദ്രനാണ്. അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അതിന് മറ്റൊരു മാനമുണ്ട്. ഇക്കുറി മത്സരിച്ചത് അനിൽ ആന്റണിയാണ്. അനിൽ ആന്റണി അവിടെ ഒരു പുതുമുഖമാണ്, കോൺഗ്രസിൽ നിന്ന് മാറി വന്നയാളാണ്. എന്നിട്ടും അനിൽ ആന്റണി നല്ല രീതിയിൽ 2 ലക്ഷത്തിന് മേളിൽ വോട്ട് പിടിച്ചു, ഏതാണ്ട് 2.5 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. ചെറിയ കാര്യമല്ല. BJPയെ സംബന്ധിച്ച് ഇന്നൊരു ലോക്സഭാ മണ്ഡലത്തിൽ 15,000 20,000 ഒക്കെ വോട്ട് കിടന്ന, അത്രയും വോട്ടുകൾ മാത്രം ലഭിച്ചിരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ 2.5 ലക്ഷവും 2.25 ലക്ഷവും 3 ലക്ഷവും ഒക്കെ വോട്ടുകൾ പിടിക്കുന്നത്. ആറ്റിങ്ങൽ വിജയത്തിനോട് അടുത്തെത്തി. ആലപ്പുഴയിൽ ഒരു പക്ഷേ KC വേണുഗോപാൽ അല്ല മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ BJP വിജയിച്ചേനെ, അങ്ങനെ പോലും വിലയിരുത്തലുണ്ടായി. അതുപോലെ കൊല്ലത്ത് വെറും 2-3 ആഴ്ച മാത്രം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ കൃഷ്ണകുമാറിന് 1.5 ലക്ഷത്തിലധികം വോട്ട് കിട്ടി. ഇതൊന്നും ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. BJPയുടെ ശക്തി മൊത്തം നമ്മൾ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിയാൽ 19% മുകളിലാണ്, ഏതാണ്ട് 20%-നടുത്ത് വോട്ട് കിട്ടി BJPക്ക്. അപ്പോൾ അതൊരു ചെറിയ, ഒരു സ്ഥലത്ത് വിജയിക്കുകയും പിന്നെ ഒരു സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരികയും 2 സ്ഥലത്ത് ചെറിയ വോട്ടുകൾക്ക് 3ാം സ്ഥാനത്ത് പോയെങ്കിലും വലിയ ഭീഷണി എതിരാളികൾക്ക് ഉയർത്തുകയും ചെയ്ത ഒരു പ്രവണതയിലാണ് BJP ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 11 സ്ഥലത്ത് 1ാം സ്ഥാനത്തെത്തി, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. അതുപോലെ വളരെ ചെറിയ വോട്ടിന് 3ാം സ്ഥാനത്തായിപ്പോയ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ BJPക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കൂടി വരികയാണ്, കുറഞ്ഞു വരികയല്ല.
ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി BJP ആണ്. ആ BJPയുടെ ഒരു ക്രമാനുഗതമായി, പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം. അല്ല, ഈ പണ്ട് കാലത്തിലെ BJPക്ക് വോട്ട് ചെയ്യുക എന്നത് ഒരു ഐറ്റമായിരുന്നു. വോട്ട് ചെയ്യാൻ പലരും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല, വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഈ നേതാക്കൾ ഇങ്ങനെ തമ്മിലടിച്ച് നിന്നാൽ നല്ല പുതിയ തലമുറ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാത്തതിലെ വലിയ പ്രതിസന്ധി. അതവർ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. BJPയുടെ അഭ്യുദയാകാംക്ഷികൾക്ക് തീർച്ചയായിട്ടും അത് വലിയ പ്രാധാന്യം അതിന് കൊടുക്കണം. ഈ ഒരു സാഹചര്യം ഒഴിവാക്കണം BJPക്ക്. BJP ഒരു നല്ല കേരളത്തിൽ ശക്തമായൊരു ത്രികോണ മത്സരം, LDF UDF എന്ന രണ്ട് മുന്നണികൾക്കെതിരെ ഒരു പാർട്ടി മാത്രമായിട്ട് നിന്ന് ഒറ്റയ്ക്കൊരു പാർട്ടി മാത്രമായിട്ട് നിന്ന് മത്സരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലുള്ളത്. വലിയ വെല്ലുവിളി എന്നിട്ട് LDFനും UDFനും ഉയർത്താൻ BJPക്ക് ഒറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേതാക്കൾ ഗൗരവത്തിൽ ഇത് ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് പറയുന്നത് പോലെ കേരളത്തിൽ ഇപ്പോൾ 2 അക്കം കടക്കാവുന്ന 10-ലധികം സീറ്റുകൾ നിയമസഭാ മണ്ഡലങ്ങൾ ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കിട്ടിയ സുവർണ അവസരം, ശരിക്കും ഇതാണ് സുവർണ അവസരം. ഒന്ന്, ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. 2, ഇപ്പുറത്ത് UDFനെ സംബന്ധിച്ച് ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ചും മുസ്ലിം പ്രീണനം വളരെ കൂടുതലാണ് എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ആ തള്ളിക്കയറ്റം, UDFനുള്ളിലെ മുസ്ലിം ലീഗിൻ്റെ മുറുക്കം, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു ബദൽ അന്വേഷിക്കുന്ന വോട്ടർക്ക് തീർച്ചയായിട്ടും. അല്ല, അതോടൊപ്പം തന്നെ ചേട്ടാ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷ്ണദാസ് പക്ഷവും ഈ മുരളീധര പക്ഷവും ഇപ്പോൾ പരസ്യമായി അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ, അല്ലെ, ഒരു പക്ഷം ഈ രാജീവിനോടൊപ്പം നിൽക്കുകയും മറുപക്ഷം മാറി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നാം ഒന്നും പ്രതീക്ഷിക്കേണ്ട, വലിയ തിരിച്ചടിയായിരിക്കും. ഈ നേതാക്കളുടെ ഗ്രൂപ്പുകളിൽ BJPയെ വലിയ പ്രതിരോധത്തിലാക്കും, പിന്നോട്ടടിക്കും എന്ന് തീർച്ചയാണ്. ഇവരെല്ലാവരും ഈ വിട്ടുവീഴ്ചകൾ ചെയ്ത് സമവായത്തിലെത്തി ഒറ്റക്കെട്ടായിട്ട് BJP മത്സരിച്ചാൽ അത് തീർച്ചയായിട്ടും BJPക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കും. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി 3ാമതും അധികാരത്തിലെത്തി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സൈനിക നീക്കം, നമ്മുടെ 26 ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറി കൊലപ്പെടുത്തിയ പാക് ഭീകരതയ്ക്ക് വളരെ കൃത്യമായ മറുപടി കൊടുത്ത് രാജ്യമെങ്ങും ദേശീയതയുടെ ഒരു തരംഗം, അതിശക്തമായ ഒരു തിരയടി എന്ന് തന്നെ പറയാം ദേശീയതയുടെ. അതങ്ങനെ അതിശക്തമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ സമർത്ഥമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൊണ്ടുവന്ന്, പ്രത്യേകിച്ചും ഈ LDF സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ എന്ന് ഇവരൊക്കെ ആരോപിക്കുന്ന, ഈ UDFും BJPയും അതൊക്കെ ആരോപിക്കുന്നുണ്ട്, അതൊക്കെ വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായിട്ട് അതിനെയൊക്കെ ഉപയോഗിച്ച് നല്ല സ്ഥാനാർത്ഥികളെ, മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചാൽ BJPക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. BJPക്ക് ഈ വിരലിലെണ്ണാവുന്ന സീറ്റുകളല്ല, അതിൽ കൂടുതൽ BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് BJP നേതാക്കൾ ചിന്തിക്കട്ടെ. അവർ ഈ പറയുന്നത് പോലെ കലഹിച്ച് ഒന്നും നേടാൻ സാധിക്കില്ല. അതേസമയം ഐക്യത്തോടെ നിന്നാൽ അതിൻ്റെ ഗുണം അവർക്കും പാർട്ടിക്കും ഉണ്ടാകും. അതിൻ്റെ നേട്ടം ഇപ്പോൾ കേന്ദ്രത്തിൽ BJP ഭരിക്കുകയാണ്, കേരളത്തിലും BJPക്ക് നല്ല MLAമാരുണ്ടായി. ഈ ഭരണത്തെ നിശ്ചയിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ചും BJPക്ക് ഒരു 5 സീറ്റ് കൂടുതലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും. കാരണം ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം അങ്ങനെയാണ്. LDFനും UDFനും ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടാതെ പോയേക്കാം, അവിടെ BJP ഒരു നിർണായക ശക്തിയായി മാറും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിനെ സമർത്ഥമായിട്ട് BJP പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് പകരം ഈ തമ്മിലടിയും ബഹളമൊക്കെ ആയിട്ട് നിന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു പുതിയ ആളിന് ചിലപ്പോൾ ചില വീഴ്ചകളൊക്കെ പറ്റാം. അദ്ദേഹം മുമ്പ് ഒരു പാർട്ടിയുടെയും ഭാരവാഹിയായിരുന്ന ആളല്ല. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ നേതാക്കൾ, മുൻ പ്രസിഡന്റുമാർ, മുൻ ഭാരവാഹികൾ ഒക്കെ മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ BJPക്ക് ഭാവിയുള്ളൂ. ഇല്ലെങ്കിൽ BJP സ്വയം അതിൻ്റെ അതിൻ്റെ വളർച്ചയുടെ കൂമ്പടയ്ക്കുന്ന ഒരു കാഴ്ചയായിരിക്കും കേരളത്തിൽ കാണുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.